ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അങ്കന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ, കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പം ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പം ഞങ്ങളിത് എണീറ്റു. എഴുതുറ്റനും എണീറ്റു. ഇത് എവിടെ? ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. Good morning. Morning. ഇത് വേഗന്റെ പുതിയ പേപ്പറല്ലേ? ഏത് പിടിക്കാ? എങ്ങട്ടാ? ഈശ്വരാ, മേമോ വരുണ്ടാ? അപ്പൊ രാവിലെ ഞങ്ങൾ ഇവിടെയൊക്കെ തെണ്ടതാണ് പണി. കാരണം അവന് എണീറ്റ് വന്ന ഉടനെ മുറ്റത്തേക്ക് ഇറങ്ങണം, ചെരുപ്പിടണം, നടക്കണം, ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളും ഒപ്പം പോകാനായിട്ട് വേറെ വഴിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ചായ കുടിക്കാം. എനിക്ക് വിശക്കും, അത്യാവശ്യം ഒരു കാലി ചായെങ്കിലും. അപ്പോൾ നമുക്കിന്ന് ദോശയായിരുന്നു. ദോശയും ചട്നിയും കൂടെ നല്ല ചിക്കൻ കറിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേദുവിന് പാപ്പ കൊടുക്കുകയാണ്. ആൾക്ക് ദോശ എടുത്തു ഞാൻ, പക്ഷെ ആൾ കഴിച്ചില്ല. അപ്പം ഞാൻ വേറെ അമൃതം പൊടി വെച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ഞങ്ങളുടെ പെറ്റ്സാണ്. എൻ്റെ അല്ല, എൻ്റെ അനിയൻ്റെ ആണ്. അവന് കുറച്ച് ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ട്. അപ്പം ആൾ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നില്ല, ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ മുന്നേ ഉണ്ടായിരുന്ന അക്വേറിയങ്ങളാണ് കേട്ടോ. അതൊക്കെ ആൾ ക്ലീൻ ചെയ്തെടുത്ത് പുതിയ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തരം ഉണ്ട് ഇവിടെ. അപ്പോൾ വേദുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. അപ്പം അവിടെ വെള്ളത്തിൽ കളിക്കാനുള്ള കുറേ സോഴ്സസും ഉണ്ട്. അപ്പം അവിടെ എപ്പോൾ കൈയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി കൈ കഴുകുമെന്ന് പറയുമ്പം അവനറിയാം എവിടെയാണ് പോയി കൈ കഴുകേണ്ടത്. പൈപ്പ്, അവന് കറക്റ്റായിട്ടൊരു പൈപ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അത് കൈ കഴുകി കഴിഞ്ഞ് അതേപോലെ തന്നെ മുദ്രത പുല്ല് പറിക്കുകയാണ്. സോ നമ്മൾ പുല്ല് പറിക്കാനൊക്കെ കണ്ടിട്ട് അങ്ങനെ ആള് പുല്ലൊക്കെ പറിക്കുവാണ്. എന്താ ചെയ്യതൊക്കെ തന്നെ പരിപാടി. അങ്ങനെ വേദുവിന്റെ പുളിയൊക്കെ കഴിഞ്ഞ് വേദു ഗുബോയായി കാല് കുറ്റണം. ഓക്കേ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫാണ്. സോ ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഏട്ടൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. അടിപൊളിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല വരട്ടി പോലെ നല്ല അടിപൊളി. ഓർക്കുമ്പോൾ തന്നെ വെള്ളം വരുന്നു. നല്ല ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. സോ നമുക്ക് ഞാൻ തന്നെ റെസിപ്പി കാണിച്ചു തരാൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ആൻഡ് പെരുംജീരകം. ഇത് നാലും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കുക. അത് നമ്മുടെ ബീഫിലേക്ക് തട്ടി കൊടുക്കുക. നമ്മുടെ ബീഫിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ അങ്ങ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളങ്ങ് വിസിൽ വരുത്തുക. എത്രയാണോ നമ്മുടെ ബീഫിൻ്റെ വേവ് അതനുസരിച്ചിട്ട്. ഓക്കെ, അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് ഏറ്റ് ഞാൻ ഉമ്മർത്തിക്ക് വന്ന് നോക്കിയപ്പം വേദുട്ടൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ. പിന്നെ നമ്മളിതാ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുവാണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇനി പരിപാടികളൊന്നുമില്ല, ചുമ്മാ ഇരിക്കുക തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്ക്. ബീഫിലേക്ക് കുറേ ചെറുള്ളി വേണം വറവിടാൻ. ചെറുള്ളിയും വേപ്പിൻ്റെ. ഓക്കെ, നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട്. വിസിൽ പോകാൻ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വറവിടും. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ സെറ്റായപ്പം നമ്മൾ ചെറിയുള്ളി ഒരു ഭാഗത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ബീഫിലെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് നിറയെ വേപ്പിൻ്റെ ഇലയും വേണം. സോ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. അപ്പം ഭയങ്കര എളുപ്പമാണോ എന്ന് വെച്ചാൽ ചെറിയുള്ളി നന്നാക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് വല്ലപ്പോഴൊക്കെ നല്ല രീതിയിൽ നല്ല റോസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ ചെറുള്ളി പിന്നിലൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ബീഫ് തട്ടിക്കൊടുത്ത് നന്നായി ഇങ്ങനെ വറ്റിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വേദുവിന് ഫുഡ് കൊടുത്തു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ആൾ മഴ കാണാൻ വേണ്ടി ഓടിപ്പോയി.
അങ്ങനെ പിന്നെ വേദു ഉറങ്ങി. ആളെ ഉറക്കിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം നമുക്കിന്ന് ഫുഡിന് നമ്മുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റും പിന്നെ കടച്ചക്ക ഉപ്പേരിയും പപ്പടമായിരുന്നു. സോ ഇങ്ങനെ നോൺ വെജിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് ഒഴിച്ചുകറി വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കുറ്റിപ്പുറം പോകാമെന്ന് വിചാരിച്ചു. ഞാനും ഏട്ടനും മാത്രമേ പോകുള്ളൂ. വേദു ഉറങ്ങുമായിരുന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും കുറച്ച് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യില്ല, കുറച്ച് പഴയ ഇങ്ങനെ ഫ്രൈ പാൻ അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ പുതിയ എന്തെങ്കിലും അമ്മയ്ക്കൊരു കുക്കറൊക്കെ വേണമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുവാണ്. തിരിച്ച് വരുന്ന വഴിക്ക് ഏട്ടൻ നമുക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീമും കുറച്ച് ബേക്കറി ഒക്കെ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഐസ്ക്രീം ഞാൻ കാറിൽ കഴിച്ചു. ഇത് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മേമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത് വന്നു കഴിഞ്ഞാൽ മേമ്മമാരെല്ലാവരും എത്തും അവനോട് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾ മുറ്റത്ത് തന്നെയാണ്. വൈകിട്ടായി കഴിഞ്ഞാൽ അവൻ്റെ നടത്തവും ഓട്ടവും കളിയും ഒക്കെ മുറ്റത്ത് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെ എടുത്തിട്ടുണ്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട്. സോ അങ്ങനെ ഞങ്ങൾ ആനേനെ കാണാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ശശികളായിട്ട് തിരിച്ചു വരുമെന്ന് അറിയില്ല. പോയി നോക്കട്ടെ. ആരുണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണിക്കാം. ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആരല്ലേ ഈ ചക്കക്കൊമ്പൻ എന്നൊക്കെ ഇപ്പോൾ വിളിപ്പേരുണ്ട് ആൾക്ക്. അപ്പം അവൻ്റെ പാപ്പാൻ ഞങ്ങളുടെ ഇവിടെയാണ് ആളുടെ സ്ഥലം. അപ്പോൾ ആൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കെട്ടാറുണ്ട്. ഇവിടെയൊക്കെ ആനേനെ കൊണ്ടുവരാറുണ്ട് തളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെയുള്ള സ്ഥലം നോക്കി നമ്മൾ പോയതാണ്, ജസ്റ്റ് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആന ഉണ്ടായിരുന്നില്ല. ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയതാണ്. അങ്ങനെ നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുഴയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കാണ് മയിലുകളൊക്കെ മെയ്യുന്നതൊക്കെ കണ്ടത്. എന്തായാലും മെയ്യുക എന്ന് പറയൂ, എന്തോ പാടത്ത് മയിലുകൾ കൊത്തി തിന്നുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പുഴയിലെത്തി. ഇത് കടവ് എന്നാണ് സ്ഥലത്തിന് പറയുക. ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ഭംഗിയുള്ള മണലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഇരിക്കാനും കിടക്കാനൊക്കെ തോന്നും. പക്ഷേ ഈ പ്രശ്നങ്ങൾ പോയപ്പോൾ നല്ല വെള്ളമായിട്ട് നിറയെ വെള്ളമായി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. വെള്ളത്തിലൊക്കെ ഒന്ന് കാലൊക്കെ നനച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ ഫ്രഷായി നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിയ കടികളൊക്കെ കൂടെ നമ്മൾ കഴിച്ചു, ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വേദനൊരു ഫോട്ടോ വാൾ പോലെ നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കുവാണ്. ആളുടെ ബർത്ത്ഡേക്ക് നമ്മൾ മന്ത് വൈസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ ആളൊരു വലിയ ഫ്രെയിമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ വാൾ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പോൾ വേദും എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് ആള്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് മീൻകറിയും പിന്നെ ഓംലെറ്റൊക്കെയാണ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഉച്ചത്തെ മെനു തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മളിത് ഉറങ്ങാൻ പോവുകയാണ്. വേദുവിനെ ഉറക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.